ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 6 ആണ്ടോടടുത്തിട്ടും കണ്ണീർ തോരാത്ത 2 വീടുകളുണ്ട് കാസർഗോഡ് കല്യോട്ട്. ആ വീടുകളിൽ നിന്നും നോക്കിയാൽ കണ്ണെത്തും ദൂരത്താണ് 24ഉം 19ഉം വയസ്സുള്ള ചെറുപ്പക്കാർ വെട്ടേറ്റ് വീണത്. ഓർമ്മകളിൽ മാത്രമായത്. തെരുവിലെ ഇരുട്ടിൽ ഉയർന്നു താഴ്ന്ന കത്തി 2 തൊഴിലാളി കുടുംബങ്ങളിലെ പ്രതീക്ഷകളെയാണ് ഇല്ലാതാക്കിയത്. രാഷ്ട്രീയ പക ഉള്ളിലൊതുക്കി വഴിയിൽ പതിയിരുന്ന അക്രമികൾ അവസാനിപ്പിച്ചത് 2 അമ്മമാരുടെയും ഒരായുസ്സിലെ സമാധാനമാണ്. ചോർന്നൊലിക്കുന്ന വീട് മാറിയിട്ടും അവർക്കുള്ളത് തോരാ കണ്ണീരാണ്. പ്രതികളിൽ മുഴുവൻ CPMകാരാണ്. അന്ന് പ്രതികൾക്കെതിരെ പാർട്ടി പുറമേ നിലപാടെടുത്തപ്പോഴും കോടികൾ ചെലവാക്കി CBI തടയാൻ. പുറത്താക്കപ്പെട്ട ഒരു പ്രാദേശിക പാർട്ടിക്കാരന് ഇത്രയധികം നികുതി പണം ചെലവഴിക്കുന്നതെന്ത് എന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. വിധി സർക്കാരിനേറ്റ പെരിയ അടിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുണ്ട്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധിയായി തുടരുന്നു. NP ചിക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷൻ. ഇവരിലേക്കൊക്കെ പോകും മുമ്പ് ഞാൻ കുടുംബാംഗങ്ങളിലേക്ക് പോവുകയാണ്. അമൃത, ശരത്ലാലിൻ്റെ സഹോദരി, അടുത്ത 10 മിനിറ്റ് ചർച്ചയിൽ ഉണ്ട്. അമൃത, ഈ കേസിൽ ഈ സംഭവം നടന്നയുടൻ അമൃത പ്രതികരിച്ചതെന്നും ഓർക്കുകയാണ്. സംഭവം നേരിട്ട് കണ്ടതാണ്. സഹോദരൻ കുത്തേറ്റ് കിടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ, വെട്ടേറ്റ് കിടക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ. ഇന്നിപ്പോൾ 6 വർഷം കഴിയുമ്പോൾ കോടതി ഇക്കാര്യത്തിൽ 14 കുറ്റക്കാരെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 10 പേരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. ഇന്നത്തെ കോടതി വിധിയെ എങ്ങനെ കാണുന്നു അമൃത? കുറ്റം തെളിഞ്ഞതിൽ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ന് കോടതി വരാന്തയിലേക്ക് ഞങ്ങൾ പോയത്. 24 പ്രതികളുള്ള ഈ കേസിൽ 14 പേരെയാണിപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 10 പേരെ വെറുതെ വിടുന്നു എന്നൊരു വിധിയാണ് കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് ഞങ്ങളെ കുടുംബത്തെ ആയാലും നാട്ടുകാരെ ആയാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ ആയാലും ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. കാരണം ഞങ്ങൾ 6 വർഷത്തോളമായി ഒരു നിയമ പോരാട്ടം നടത്തുകയാണ്, നീതിക്ക് വേണ്ടി പോരാടുകയാണ്. സർക്കാരിനോട് തന്നെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നൊരു സമയമാണ്. കാരണം ഞങ്ങൾ കൂടെ നിൽക്കേണ്ട ഒരു സർക്കാർ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. പ്രതികൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സർക്കാരാണ്. ആ സർക്കാരോടുകൂടി ഇത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ അനുകൂല വിധി വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ കുടുംബം തൃപ്തരല്ല. ഈ ഒഴിവാക്കപ്പെട്ട പ്രതികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എന്ന ആത്മാർത്ഥമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള അവർക്കെതിരെയുള്ള നടപടിയുമായി നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തീരുമാനം. പ്രതികൾ ശിക്ഷിക്കപ്പെടും വരെ ഞങ്ങൾ പോരാടും. എന്തായാലും ജനുവരി 3-ാം തീയതി ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധി, അത് വധശിക്ഷ തന്നെ ആ 14 പ്രതികൾക്കും കിട്ടും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ആ ഒരു വിധിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അമൃത, ഈ കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ കടന്നുപോയ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ആദ്യം അത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കുന്നു. അപ്പോൾ ഏത് ഘട്ടത്തിൽ വെച്ചാണ് നിങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് അമൃത? ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുന്നു. ആദ്യമൊക്കെ അന്വേഷണം നല്ല രീതിയിലാണ് പോയത്. പക്ഷേ സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരുന്നു. അവിടെയാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ആ രീതിയിൽ കേസ് മുന്നോട്ട് പോയാൽ ഈ കേസ് എവിടെയും എത്തിപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് കുടുംബങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടാണ് CBI അന്വേഷണം ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്നത്. CBI ഒരുപാട് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലധികം 10 പേരെ കൂടി CBI പ്രതി ചേർക്കപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 4 പേരോളം ഇന്ന് കുറ്റവാളികളാണെന്ന് ഇന്നത്തെ കോടതി വിധിയിലൂടെ തെളിയിക്കപ്പെട്ടതുമാണ്. അവർക്കെതിരെയുള്ള വിധി 3-ാം തീയതി വരും. അത് നമുക്ക് അനുകൂലമായ ഒരു വിധി തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ
അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു സർക്കാർ പ്രതികളെ സപ്പോർട്ട് ചെയ്തത് എന്തിനാണ്, അവർക്ക് വേണ്ടി വാദിച്ചത് എന്തിനാണ്, അത് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ കുടുംബം എന്താണ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചല്ലേ ഒരു സർക്കാർ നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് CBIയിലായിരുന്നു വിശ്വാസം, അതുകൊണ്ടല്ലേ ഞങ്ങൾ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് അവർ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്? അവരുടെ പ്രതിനിധികൾ CPMൻ്റെ പ്രതിനിധി, ഇന്നത്തെ വിധിയിലൂടെ മനസ്സിലായല്ലോ, CPMൻ്റെ പ്രതിനിധികളാണ് ഇതിൽ കൂടുതലും കുറ്റവാളികളാണ് തെളിയിക്കപ്പെട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് തെളിയിക്കുന്ന ഏറ്റവും നല്ല ഒരു തെളിവാണ് ഇന്നത്തെ വിധിയിലൂടെ വന്നിരിക്കുന്നത്. അമൃത, ഇതിപ്പോൾ കേസ് ഇപ്പോൾ വിധി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര കോടതിയിൽ നടത്തിയ പ്രതികരണം അമൃതയും അറിഞ്ഞിരിക്കും. ഇനി ജീവിക്കാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് വധശിക്ഷ നൽകി ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പ്രതി അപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സുരേന്ദ്രൻ എന്ന പ്രതി നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ആളാണോ? ഇപ്പോൾ ഗൂഢാലോചന കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ CPM LDF കൺവീനർ എന്ന് പറഞ്ഞ പ്രതികരണവും അമൃത കണ്ടിരിക്കും. നിരപരാധികളും ഇതിൽ പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിയുടെ ഈ പ്രതികരണത്തെ എങ്ങനെയാണ് അമൃത കാണുന്നത്? ഈ സുരേന്ദ്രൻ, അതായത് നാട്ടിൽ വിഷ്ണു സുര എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രതിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ വീടിന് അടുത്താണ്. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച സമയത്ത് ഈ സുരേന്ദ്രൻ എന്ന ആള് പ്രതി ആയിരുന്നില്ല. CBIയുടെ അന്വേഷണത്തിലാണ് ഈ സുരേന്ദ്രൻ പ്രതിയായി വരുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിനരികിലേക്കൊക്കെ ഈ സുരേന്ദ്രൻ വന്നിരുന്നു. അന്നൊന്നും എനിക്ക് ഇതിലൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അയാൾ വീട്ടിൻ്റെ അരികിലൂടെയൊക്കെ പോയത്. പിന്നീട് CBI വന്നപ്പോഴാണ് ഈ പ്രതിയാണെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ കോടതിയിൽ എന്താണോ പറഞ്ഞത് ആ ശിക്ഷ തന്നെ, ആ വധശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന തന്നെ പ്രതീക്ഷയുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് കോടതിയെ ഒരു മനസ്സ് മാറ്റിക്കാനാണോ എന്നൊരു തോന്നലുണ്ട്. കോടതിയിൽ അങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഒരു രക്ഷയും ഇല്ലയെന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ എന്തായാലും കുറ്റം തെളിഞ്ഞു, കുറ്റവാളിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. വേറൊരു രക്ഷയില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞാലെങ്കിലും ഒഴിവാക്കപ്പെടുമോ, ആ ഒരു ഇതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്. ആ ന്യൂസ് ഞാൻ കേട്ടിരുന്നു. കൂടുതൽ പ്രതികളുടെ പ്രതികരണങ്ങളും ഈ രൂപത്തിലാണ് അമൃത. ഇപ്പോൾ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ പറഞ്ഞത് കേസിൽ പോലീസിനെ അന്വേഷണത്തിൽ സഹായിച്ചതിനാണ് തന്നെ CBI പ്രതിയാക്കിയത് എന്നാണ്. പക്ഷേ 2-ാം പ്രതി സജിയെ പോലീസ് സ്റ്റേഷനിൽ ബലമായി ഇറക്കിക്കൊണ്ടുപോകാൻ ഈ MLA ശ്രമിച്ചതൊക്കെ അന്ന് വാർത്തയാവുകയും ചെയ്തതാണ്. അപ്പോൾ KV കുഞ്ഞിരാമന്റെ പ്രതികരണത്തെ എങ്ങനെയാണ്, അതിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള അമൃത? ഞങ്ങൾ ആദ്യമേ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് തന്നെ ഇങ്ങനെയുള്ള ഈ CPMൻ്റെ പ്രതിനിധികൾ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൽ പാർട്ടി നേതാക്കന്മാർക്കൊക്കെ പങ്കുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. ഞങ്ങൾക്കറിയാം അദ്ദേഹം എത്രത്തോളം ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഇതിന് ഈ ഒരു കൊലപാതകത്തിൽ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട, CBI അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത്. CBI വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള നേതാക്കന്മാർ ഈ കേസിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഉന്നത ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇത് ഒരു സംഘർഷത്തിനിടയ്ക്ക് നടന്ന കൊലപാതകമല്ല, പക്ഷേ ഗൂഢാലോചന നടത്തി ഇന്ന ആളുകളെ കൊല്ലണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയതാണ്. അതിൻ്റെ ഗൂഢാലോചന അടക്കമുള്ള വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കൊല നടത്താനുള്ള ആലോചന CPMൽ നടന്നു എന്നുള്ളത് നിങ്ങളെ പിന്നീട് ഞെട്ടിച്ചു ആ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ? മാത്രമല്ല പിന്നീട് ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതി വരെ പോവുകയാണ്. ഹൈക്കോടതിയിൽ 2 ബെഞ്ചിൽ നിന്നും, സിംഗിൾ ബെഞ്ചിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടിയേറ്റ ശേഷം സുപ്രീം കോടതി വരെ പോയിരിക്കുന്നു സർക്കാർ. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് അമൃത? സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്? ഞങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എന്താണോ പറയുന്നത്, ഇരകളാക്കപ്പെട്ട കുടുംബം എന്താണോ പറയുന്നത് അവരുടെ കൂടെയല്ലേ ഒരു സർക്കാർ നിൽക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഈ സർക്കാർ കൊലയാളികൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത്? അവർക്ക് കൊല ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ, സത്യം പുറത്തു വരണം എന്നുണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ എന്താണോ പറയുന്നത് അവരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ. പിന്നെ എന്തുകൊണ്ട്
അതിനെതിരെ നിന്നു. അത് തന്നെ ഇതിന് ഏറ്റവും നല്ലൊരു തെളിവല്ലേ? ഈ പാർട്ടി നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിനൊരു ഉത്തമ ഉദാഹരണമല്ലേ ഈ CBI അന്വേഷണത്തെ എതിർത്തത്. അതുകൊണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്തും കോടതിയിൽ അതിൻ്റെ എല്ലാ എവിഡൻസും കൊടുത്തതിന് ശേഷമാണല്ലോ ഇപ്പോൾ വിധി വന്നത്. അപ്പോൾ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ CPM നേതാക്കൾ അടങ്ങുന്ന ആൾക്കാർ ഇതിൽ പ്രതികളായിട്ടുള്ളത്. മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് K. സലൻകുമാർ, സർക്കാരിനും പാർട്ടിക്കും ഏറ്റ തിരിച്ചടിയായി പെരിയ കൊലക്കേസ് വിധിയെ നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? കാരണം നേരത്തെ CPM നേതാവിന്റെ മൊഴി വേദവാക്യം എടുത്തിട്ടാണോ അന്വേഷണം നടത്തിയത്? ക്രൈംബ്രാഞ്ച് എന്നൊരു പരാമർശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തി. പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് നിങ്ങൾ പോകുന്നു. അവിടെ നിന്നും അനുകൂലമായ വിധി ഉണ്ടാകുന്നില്ല. പിന്നീട് CBI അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടും അവിടെയും തിരിച്ചടിയായിരുന്നല്ലോ. ഇപ്പോൾ ഈ വിധിയെ നിങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയായി നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ? ഈ സംഭവം ഉണ്ടായത് 2019 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ്. അന്ന് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്തു. പിറ്റേ ദിവസം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമിനെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചു. സമയബന്ധിതമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. അന്വേഷണം പൂർത്തീകരിച്ചു. മുഴുവൻ പ്രതികളെയും പിടിച്ചു. 14 പ്രതികളെയാണ് ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി പ്രതിപട്ടിക കൊടുത്തത്, കുറ്റപത്രം കൊടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇന്നുവരെ പുറം ലോകം കണ്ടിട്ടില്ല. കഴിഞ്ഞ 6 കൊല്ലമായി അണ്ടർ ട്രയൽ പ്രസണറായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ CBI ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന രൂപത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നത്. സിംഗിൾ ബെഞ്ച് ആ കുറ്റപത്രം റദ്ദാക്കി. അതിനുശേഷം CBI എൻക്വയറിക്ക് ഓർഡർ ഇട്ടു. ഒരിക്കലും ഒരു കേസിന്റെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം, അതും കൊലപാതക കേസിലെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ തുടരന്വേഷണം നടത്തണം എന്ന് പറയാറുണ്ട്, ഇന്ന ആസ്പെക്ട് അന്വേഷിക്കണമെന്ന് പറയാറുണ്ട്. കുറ്റപത്രം റദ്ദാക്കിയതിനെതിരെ, ആ റദ്ദാക്കി CBIക്ക് വിട്ടതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ച് ചലഞ്ച് ചെയ്തത്. ഡിവിഷൻ ബെഞ്ച് വിശദമായിട്ടുള്ള വാദം കേട്ട് കുറ്റപത്രം റദ്ദാക്കിയത് റിവൈവ് ചെയ്തു, പുനഃസ്ഥാപിച്ചു. ആ കുറ്റപത്രം നിലനിൽക്കും, അത് അങ്ങനെ റദ്ദാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. CBI നടത്തുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ, തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സപ്ലിമെന്ററി കുറ്റപത്രമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ലോക്കൽ പോലീസ് നടത്തിയ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ നീക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ സൂചിപ്പിക്കാം. 14 പ്രതികൾക്കെതിരായിട്ടാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തത്. CBI അന്വേഷണം പൂർത്തീകരിച്ച് 10 പേരെ കൂടി കൂട്ടിച്ചേർത്തു 24 പ്രതികളായി. ആ 24 പേരിൽ CBI കണ്ടെത്തിയ 10 പേരിൽ 6 പേരെ ഇന്ന് CBI കോടതി വെറുതെ വിട്ടു. 3 പേരെ 225 വകുപ്പ് പ്രകാരം ഏറ്റവും ചെറിയ ശിക്ഷയ്ക്കാണ് ഇന്ന് ശിക്ഷിച്ചത്. അവർക്ക് ജാമ്യവും കൊടുത്തു. ആകെ ഒരാളെ മാത്രമാണ് ഇതിൽ മറ്റു പ്രതികൾക്ക് കൊടുത്തതുപോലെ ഒരു 302 കുറ്റം ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഒരൊറ്റ ഫോൺ കോളിന്റെ ബാധകം, ഒരു ഫോൺ കോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വന്ന കോള് തിരിച്ചു വിളിച്ചു എന്നതാണ്. നമുക്കത് ജഡ്ജ്മെന്റ് വായിച്ചാൽ മനസ്സിലാക്കും. ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു കൊടുത്ത കുറ്റപത്രത്തിലെ അതിലെ 8 പ്രതികൾ, 1 മുതൽ 8 വരെയുള്ള പ്രതികളെയാണ് ഇന്ന് 302 ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കുറ്റക്കാരാണെന്ന് കണ്ടത്. ബാക്കി എല്ലാവരും അനുബന്ധമായിട്ടുള്ളവരാണ്. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ 5 കൊല്ലമായി ഇവിടെ നടന്ന ലോക്കൽ പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിച്ചു. ഇപ്പോൾ ഒരു സഹോദരി പറയുന്നത് കേട്ടു, ഇരകൾക്കൊപ്പമല്ല ഗവൺമെന്റ് നിന്നത്, എല്ലാം വേട്ടക്കാരനൊപ്പമാണ് എന്ന രൂപത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പ്രചരണം എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത്. ആ ഘട്ടത്തിൽ തന്നെ CPM ഇതിനെ തള്ളി പറഞ്ഞിരുന്നു. ഗവൺമെന്റ് ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 2 പേർ മരണപ്പെട്ട ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാതൃകാപരമായി പ്രതികളെ അറസ്റ്റ് ചെയ്യണം, കുറ്റപത്രം സമയബന്ധിതമായിട്ട് കൊടുക്കണം, പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കണം, ഏറ്റവും പെട്ടെന്ന് തന്നെ ട്രയൽ ആരംഭിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ നിലപാടിന് കിട്ടിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം, ഈ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് ഇതിൽ മരണപ്പെട്ടവർ 1-ാം പ്രതിയായും 9-ാം പ്രതിയായും ഒരു കൊലപാതക ശ്രമ കേസ് ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചു വന്നവർ, അവർ നടത്തിയ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. അതിനെ CPMന്റെ ഉന്നത നേതൃത്വം വലിയ ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങൾ എന്ന രൂപത്തിൽ ചിത്രീകരിക്കാനും ഏത് ലെവൽ വരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല. കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമനാണല്ലോ. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠനാണല്ലോ. ഇവരടക്കമാണല്ലോ പ്രതികളായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പങ്ക് ഇന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ പങ്കിനെയാണോ താങ്കൾ ചുരുക്കി കാണുന്നത്?
ഉന്നത ഗൂഢാലോചന എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ തലത്തിൽ നടത്തുന്ന ഗൂഢാലോചന എന്നവർ ആരോപിക്കുന്നില്ല. CPM നേതൃത്വം, അവിടുത്തെ നേതൃത്വത്തെ തന്നെയാണ് സംശയത്തിന് നിഴലാക്കുന്നത്. നേരത്തെ ഈ കൊല്ലപ്പെട്ട 2 പേരും കേസിലെ പ്രതികളാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവരുടെ ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ട് ഇവരെ വെറുതെ വിടരുത് എന്നടക്കമുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബം അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. അരുൺകുമാർ, ഏറ്റവും പ്രധാനം ഇരകളുടെ ആവശ്യമാണല്ലോ. അവർക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊരു ആവശ്യം അവർ CBI അന്വേഷണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ കോടികൾ ചെലവിട്ട് സർക്കാർ പോകുമ്പോൾ അതിൽ സർക്കാരിന്റെ താല്പര്യം എന്താണ്? 2 ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും MLAയുമായിട്ടുള്ള നേതാവിനെ ഇപ്പോൾ കുറ്റക്കാരനെന്നായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗത്തെ കണ്ടിട്ടുണ്ടല്ലോ. താങ്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിൽ 2 തരത്തിലുള്ള ഗൂഢാലോചനയാണ് കുറ്റപത്രത്തിൽ ഉന്നയിക്കപ്പെട്ടത്. ഒന്ന്, ഈ കൃത്യം നടത്താനുള്ള ഗൂഢാലോചന. 2, CBI കണ്ടെത്തിയ 225 വകുപ്പ് പ്രകാരം ഈ കേസിലെ 2ാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന. ഈ 2 ഗൂഢാലോചനയും ഈ പറഞ്ഞ നേതാക്കന്മാർക്കെതിരെ ഫൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ആ ഒരൊറ്റ വാചകം ഞാൻ വായിക്കാം. ആദ്യ ചർച്ചയിൽ ഞാനത് വായിച്ചതാണ്. അക്യൂസ്ഡ് നമ്പർ 14, അത് മണികണ്ഠൻ. അക്യൂസ്ഡ് നമ്പർ 20 to 22 are found guilty for the committed offence under section 225 IPC and they are convicted thereunder. Whereas accused number 14 is found not guilty for the offence under section 201, 212 and 120B and is acquitted for the said offence under section 235 CRPC. അതായത് ഇതിലെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള കുറ്റം, അതുപോലെ കുറ്റവാളികളെ സംരക്ഷിച്ചു എന്നുള്ള കുറ്റം, ഇതിനായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം എല്ലാ CPM നേതാക്കന്മാർക്കെതിരെയും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തി മെയിൻ ഒഫൻസിൽ നിന്നും അതുപോലെ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒഫൻസിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നെല്ലാം ഇവരെ രക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രചരിപ്പിച്ചത് എന്താ? പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഗൂഢാലോചന, അവിടെ യോഗം, ഇവിടെ യോഗം, മറ്റു തരത്തിലാണ്. അന്ന് തന്നെ പാർട്ടി പറഞ്ഞിരുന്നു പാർട്ടി നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ല, പ്രാദേശികമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ നടന്നു. ആ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചിതമായി വിമർശിച്ചു. ഒരു തരത്തിലും പാർട്ടി പ്രൊട്ടക്ട് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ CBI വന്നപ്പോൾ ഒരു 10 പ്രതികളെ കൂട്ടിച്ചേർക്കാനും വേണ്ടി പലതരത്തിലുള്ള അന്വേഷണം നടത്തി. അതൊന്നും നിലനിൽക്കില്ലെന്നത് CBI കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി, ഒരു കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കി കഴിഞ്ഞിട്ട് അത് CBIക്ക് വിട്ടാൽ പിന്നെ ലോക്കൽ പോലീസിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി. സംസ്ഥാന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ പിന്നെ നിലനിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു കുറ്റപത്രം റദ്ദാക്കുന്നത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോകേണ്ടത് ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കടമയാണ്. ഡിവിഷൻ ബെഞ്ചിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ കുറ്റപത്രം ഇന്ന് നിലനിൽക്കുമോ? അതായത് ഇപ്പോൾ 1 മുതൽ 8 വരെ പ്രതികളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേ പ്രതികളെയാണ് ഫൗണ്ട് ചെയ്തത്, കുറ്റകൃത്യം കണ്ടെത്തിയിരിക്കുന്നത്. ആ കുറ്റപത്രം ഡിവിഷൻ ബെഞ്ച് റിവൈവ് ചെയ്തത് നിയമ പോരാട്ടം ഗവൺമെന്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ്. എന്നിരുന്നാലും ചില പരാമർശങ്ങൾ ലോക്കൽ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലുണ്ട്. അത് നീക്കം ചെയ്യാനാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ കേസിന് അഡ്മിഷൻ കിട്ടിയില്ല. ലോക്കൽ പോലീസിനെതിരെ നടത്തിയ CPM നേതാവിന്റെ മൊഴി വേദവാക്യമാക്കിക്കൊണ്ടാണോ അന്വേഷണം നടത്തിയത് എന്ന പരാമർശമാണല്ലോ ഹൈക്കോടതി നടത്തിയത്. ഇനി നിങ്ങൾ ഈ പാർട്ടി നേതാക്കളുടെ ഇതിലെ പങ്കിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമുണ്ട് എന്ന് വിശദീകരിക്കാനാണല്ലോ അരുൺ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് പാർട്ടി ഇൻവോൾവ് ആയിട്ടുള്ള ഏത് കൊലക്കേസാണ് സമ്മതിച്ചു തന്നിട്ടുള്ളത്? നോക്കൂ, 2012 ഫെബ്രുവരി 20 അരിയിൽ ഷുക്കൂർ വധം നടന്നു. തങ്ങളെ പ്രതിചേർത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് P. ജയരാജനും TV. രാജേഷും നൽകിയ ഹർജി കോടതി തള്ളിയത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. 2012 മെയ് 4 TP. ചന്ദ്രശേഖരൻ വധം. CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK. കുഞ്ഞനന്ദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC. രാമേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം KK. കൃഷ്ണൻ, മറ്റൊരു ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബസു. ഇതിൽ അവസാനത്തെ 2 പേർക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ വിവിധ കേസുകളിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും CPM ആസൂത്രണം ചെയ്തിട്ട് ഒരു കൊലയും നടന്നിട്ടില്ല എന്ന പാർട്ടി ആവർത്തിച്ച് പറയുമ്പോൾ ഇതാര് വിശ്വസിക്കും അരുൺ? അല്ല, ഇന്ന് ഈ CBI കോടതിയുടെ വിധി വന്ന് 24 പേരിൽ 10 പേരെ അങ്ങ് നിഷ്കരണം 6 കൊല്ലം ജയിലിൽ കിടന്നവരെയാണ് അങ്ങ് അക്യൂറ്റഡ് എന്ന് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞത്. പൊയ്ക്കോളാൻ പറഞ്ഞു. 6 കൊല്ലമായി ജയിലിൽ കിടന്നവർ ഒരു കുറ്റം ചെയ്തിട്ടെന്ന് പറഞ്ഞ് 10 പേരെ വിട്ടു. ബാക്കി 14 പേരിൽ 4 പേർ ഏറ്റവും ചെറിയ കുറ്റമാണ് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ ജാമ്യം കൊടുത്തു. ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽപ്പെട്ടവരെ ഭൂരിഭാഗം പേരെയും ശിക്ഷിക്കുന്നു.
ഇവിടെ CBI കൂട്ടിലടച്ച തത്ത നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത്, അതോ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത്? ഈ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഏത് ഗവൺമെന്റാണ് നടത്തിയേ? ആരായിരുന്നു മുഖ്യമന്ത്രി, ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഇതെല്ലാം നമുക്ക് തള്ളിക്കളയാൻ കഴിയോ? അതിശക്തമായിട്ട് അന്വേഷണം നടത്തി സമയബന്ധിതമായി നടത്തിയ കുറ്റപത്രം, ആ കുറ്റപത്രത്തെ കുറിച്ച് സിംഗിൾ ജഡ്ജ് നടത്തിയ പരാമർശം നിങ്ങൾക്കിപ്പോ വേദവാക്യ. ആ സിംഗിൾ ജഡ്ജ് നടത്തിയ പരാമർശം റദ്ദാക്കി ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചത് ഡിവിഷൻ ബെഞ്ച്. അല്ല, ഞാൻ പറയട്ടെ, ആ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ജഡ്ജ് ഈ വിധിന്യായത്തിൽ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടു. ആ റദ്ദാക്കിപ്പെട്ടിട്ടാണ് കുറ്റപത്രത്തെ റിവൈവ് ചെയ്തത്. റിവൈവ് ചെയ്ത ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് സിംഗിൾ ജഡ്ജ് പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മൾ എടുത്ത് കോട്ട് ചെയ്യുകയാണ്. എത്ര കോട്ട് ചെയ്താലും ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ടല്ലേ, CBI നടത്തിയിട്ടല്ലോ, ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷനെ ശരിവെച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ശിക്ഷ വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ ലോക്കൽ പോലീസിന്റെ അഭിമാനം സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ആ പാർട്ടിയുടെ കണ്ടെത്തൽ അല്ലേ? ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല, ഞാൻ പറയട്ടെ, ഒറ്റ മിനിറ്റ്. വേഗം പറയൂ. അതായത് അങ്ങ് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു മാസം മുമ്പ് ഷിബിൻ കൊലക്കേസിന്റെ തൃണയൂർ ഷിബിന്റെ സെഷൻസ് കോടതി മുഴുവൻ വെറുതെ വിട്ടതാ. ഹൈക്കോടതി 7 ലീഗ് പ്രവർത്തകരെ ശിക്ഷിക്കുന്ന, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ 30 കൊല്ലം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൽ പാവപ്പെട്ട CPM പ്രവർത്തകരെ ശിക്ഷിച്ച കേസ്, അതിലെ യഥാർത്ഥ പ്രതികളെ പിടിക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഫുൾ മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശരി, തിരിച്ച് മുഹമ്മദ് ഷാ, CPM മുൻ MLA അടക്കം കുറ്റക്കാരെന്ന് വിധിച്ച CBI കോടതിയുടെ വിധി വന്നിരിക്കുന്നു. പക്ഷേ ലോക്കൽ പോലീസിന്റെ അന്വേഷണം വിജയിച്ചു എന്ന വിലയിരുത്തലാണ് CPM പ്രതിനിധി നടത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് ഈ കേസ് നടത്തിയ പ്രോസിക്യൂഷൻ, CBIയുടെ പ്രോസിക്യൂഷൻ, ആ നടത്തിയ ആളുകളെ അഭിനന്ദിക്കുകയാണ്. കാരണം 154 സാക്ഷികളെ വിസ്തരിച്ച് 14 പേർക്കെങ്കിലും കൺവിക്ഷൻ മേടിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി 10 പേർക്കെതിരെയുള്ള അക്വിറ്റലിന് മേൽ ശക്തമായ ഗ്രീവൻസ് നമുക്കൊക്കെ ഉണ്ട്. കാരണം എന്താ പറയുന്നത്, ശിക്ഷാ വിധി വന്നിട്ടില്ല, സെന്റൻസ് വന്നിട്ടില്ല. സെന്റൻസ് വരുന്നതിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായിരുന്നാലും ഈ 10 പേർ അക്വിറ്റലിലെത്തി. അതിന് അപ്പീലുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് അരുൺകുമാർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അരുൺകുമാർ ഒരു നറേറ്റീവ് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു ലീഗൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഞാൻ അതിനൊരു മറുപടി പറയാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ക്രൈം നടക്കുന്നത് 17/2/2019 ഈ 2 ചെറുപ്പക്കാരെ കൊല്ലുന്നത്. 18/2/2019 തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അവിടുത്തെ DYSP ഇൻവെസ്റ്റിഗേഷൻ നടത്തി, വെപ്പൺ റിക്കവറി നടത്തി. 26/2/2019 ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റി പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ടുവരുന്നു. അവിടെയാണ് ഇതിന്റെ ടോർപിഡോ തുടങ്ങുന്നത് സത്യത്തിൽ. അതിനുശേഷം റിക്കവർ ചെയ്ത വെപ്പൺ ഫോറൻസിക് സർജൻ കാണുന്നില്ല. ഈ വെപ്പന്റെ അളവ്, അതിന്റെ ലെവലുകളൊക്കെ നോക്കിയിട്ടുള്ള റിപ്പോർട്ട് ഫോറൻസിക് സർജൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇതിന്റെ പ്രോസിക്യൂഷൻ ഫെയ്റ്റലാകും. ഈ ജോലി ചെയ്യാത്ത ഒരു റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാ? മുഴുവൻ ആളുകൾക്കും അക്വിറ്റൽ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊലപാതകം നടത്തിയതിനു ശേഷം ക്രൈംബ്രാഞ്ച് നടത്തിയ ഇൻവെസ്റ്റിഗേഷനാണത്. ആ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതി പറഞ്ഞത് ഈ ഇൻവെസ്റ്റിഗേഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ CBIക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഗ്ലോറിഫൈ ചെയ്ത് പറയാണ്, ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ പ്രതി ചേർത്ത ആളുകളെ ഇപ്പോൾ ശിക്ഷിച്ചു, CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ പ്രതി ചേർത്ത ആളുകളെ കുറച്ച് ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ. ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് അതിന്റെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് ക്രൈം നടന്നതിന് തൊട്ട് ശേഷമുള്ള ദിവസങ്ങളും ആ ദിവസങ്ങളിൽ കിട്ടുന്ന തെളിവുകളും സാക്ഷിമൊഴികളും ഒക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മുഴുവൻ നശിപ്പിച്ച, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഈ പ്രോസിക്യൂഷനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്, അത് മുഴുവൻ നശിപ്പിച്ചൊരു ചാർജാണ്
ക്രൈംബ്രാഞ്ച് കൊടുത്തത്. ഈ ഇൻവെസ്റ്റിഗേഷനും ഈ പ്രോസിക്യൂഷനും ഈ രൂപത്തിലേക്ക് ആക്കി മാറ്റിയതിന്റെ ചുമതല ആ ക്രൈംബ്രാഞ്ചിന്റേതാണ്. രണ്ടാമത് വന്ന ആ ടീം ഇതില്ലാതാക്കി, അതായത് റിപ്പോർട്ടിൽ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് നശിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇതൊക്കെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കണ്ടെത്തിയത്. പിന്നെ ആ റിപ്പോർട്ട് റദ്ദ് ചെയ്തുകൊണ്ട് പോകുന്നതിന് പകരം ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ പോയാൽ മതി എന്നതൊരു ടെക്നിക്കൽ കാര്യമാണ്. റദ്ദ് ചെയ്ത് കഴിയുമ്പോൾ ഇനിഷ്യൽ പോയിന്റിലെ പല രേഖകളും ചിലപ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വന്നേക്കും എന്നതുകൊണ്ടാകാം കോടതി അങ്ങനെയൊക്കെ ചെയ്തത്. എനിവേ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. പക്ഷെ CBI അന്വേഷിക്കണമെന്ന് അസന്നിഗ്ധമായി 3 കോടതി പറഞ്ഞു. എന്നിട്ട് CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലെ പ്രതികളുടെ സ്റ്റാറ്റസ് പറഞ്ഞാൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ ഡയറക്ട്ലി കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്. 1 മുതൽ 11 വരെ പ്രതികൾ, അതിനോടൊപ്പം തന്നെ 15, 16, 17, 18, 19 പ്രതികൾ, 16 പേർ. ഈ 16 പേർ കൊലപാതകം നടക്കുന്നത് 17/2/2019, അതിന് 3 ദിവസം മുമ്പ് 16/2/2019 ഒരു ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന കൊലപാതകത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന. ആ ഗൂഢാലോചനയിൽപ്പെട്ട 15, 16, 17, 18, 19 ഈ പ്രതികളെ ക്രൈംബ്രാഞ്ച് ഓമിറ്റ് ചെയ്തു. കോൾ ഡാറ്റ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു, ടവർ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, മറ്റു തെളിവുകൾ ഉണ്ടായിരുന്നു. രണ്ടാമത് CBI കണ്ടെത്തി പ്രതി ചേർത്ത ഈ ആളുകളെ ഒഴിവാക്കി. അതിലെ 15-ാം പ്രതിയുടെ കഥയാണ് ഈ പറയുന്നത്. ഇപ്പൊ കൺവിക്ഷനായ 15-ാം പ്രതി ഉണ്ടല്ലോ, ആ 15-ാം പ്രതി CBI ചാർജിലുള്ളൂ, മറ്റേ ചാർജിലില്ല. അപ്പം ഈ ഒമിഷനൊക്കെ നടത്തിയതിന് ശേഷം ഒരു ചാർജ് കൊടുത്തിട്ട് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് നശിപ്പിച്ചിട്ട് കൊടുത്തൊരു ചാർജാണ്. ഇവിടെ അത്തരം അതായത് 2 വർഷത്തിന് ശേഷം CBIക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ സാധിച്ചു. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവർ സുപ്രീം കോടതി വരെ പോയി. അതോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ എത്രത്തോളം ഡിലേ ആകുന്നു അത്രത്തോളം ചാർജ് ഫീബിൾ ആകും, അത്രത്തോളം പ്രോസിക്യൂഷൻ ബുദ്ധിമുട്ടിലാകും. അതിനുശേഷമോ 292 സാക്ഷികളുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ കേസുകളിൽ നമ്മൾ ട്രയൽ നടത്തുന്ന പ്രോസിക്യൂട്ടർമാരെടുക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ. കാരണം ഈ സാക്ഷികളെ ഉറപ്പിച്ചു നിർത്തണം. ഇതിന്റെ സ്വാധീനത്തിന്റെ ഒരു ലെവലുണ്ടല്ലോ. വളരെ ഭീതിയോടുകൂടിയാണ് അവർ ചെയ്യുന്നത്, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഇന്ന സാക്ഷി വരണ്ടെന്ന് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുക ആദ്യമേ. ആ സാക്ഷികൾ മാറുകയാണ്. പ്രധാനപ്പെട്ട ആളുകളൊന്നും സാക്ഷി ലിസ്റ്റിൽ വരാതിരിക്കുകയും മറ്റ് പല സാക്ഷികളെയും കൂട്ടിൽ കയറ്റാൻ പറ്റാത്ത അവസ്ഥയും പ്രോസിക്യൂഷൻ ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും 14 പേർക്ക് കൺവിക്ഷൻ കിട്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, ഇതിനകത്ത് ചില പ്രതികൾക്ക്, അതായത് 10-ാം പ്രതിയും 9-ാം പ്രതിയും 16-ാം പ്രതിയും 18-ാം പ്രതിയും ഒരേ സ്റ്റാറ്റസിലുള്ളവരാണ്. അതുകൊണ്ട് 10-ാം പ്രതിയെ ശിക്ഷിക്കുമ്പോൾ 9ഉം 16ഉം 18 പ്രതികളെയും ശിക്ഷിക്കാതിരിക്കുന്നു. അപ്പൊ വിധിപ്പകർപ്പ് വന്നതിന് ശേഷം പഠിക്കേണ്ട വിഷയമാണ്. വിധിപ്പകർപ്പ് വന്നതിന് ശേഷം അതിന്റെ റീസണിങ്ങിലേക്ക് നമുക്കത് അക്സെപ്റ്റബിൾ അല്ല അങ്ങനെ സാധ്യതയില്ല. കാരണം ഈക്വൽ ഫുട്ടിങ്ങിൽ നിൽക്കുന്ന ഒരാളുകൾ അതിന്റെ മേൽ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകും. ഇനി എന്റെ സുഹൃത്ത് അരുൺകുമാർ പറയുന്നത്, ഇത് CPM ഇതിനൊന്നും ഒരു ബന്ധവുമില്ല, CPM ഡിസോൺ ചെയ്യും. അതായത് എന്താണ് അരുൺകുമാർ പറയുന്നത്? ക്രൈംബ്രാഞ്ച് കൊടുത്ത 14 പ്രതികളെ ശിക്ഷിച്ചത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇനി ആ 14 പേരിൽ ആരെങ്കിലും ശിക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പീൽ കൊടുക്കും. അങ്ങനെയാണോ? അതിനുശേഷം 15 മുതൽ 24 വരെയുള്ള പ്രതികൾ ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് CBIയുടെ പ്രതികളാണ്, അതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ അപ്പീൽ കൊടുക്കും. അങ്ങനെയല്ലല്ലോ അപ്പീൽ കൊടുക്കേണ്ടത്. CBI കൊണ്ടുവന്ന ചാർജിനകത്ത് അവരെ കണക്ട് ചെയ്ത് എവിഡൻസസ് പരിശോധിക്കണ്ടേ? അതിന് വന്ന സാക്ഷിമൊഴികൾ പരിശോധിക്കണ്ടേ? അതിന്റെ ബേസ് അതൊന്നും പരിശോധിക്കാതെ, വിധിപ്പകർപ്പ് പോലും പരിശോധിക്കാതെ പാർട്ടി ജില്ലാ സെക്രട്ടറി അനൗൺസ് ചെയ്യാണ് അപ്പീൽ പോകുമെന്ന്. അപ്പൊ പാർട്ടി ജില്ലാ സെക്രട്ടറി 2 പേരുടെ അരുംകൊല നടത്തിയതിനു ശേഷം അതിന്റെ വിധിപ്പകർപ്പ് പോലും കാണാതെ ഞങ്ങൾ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ തന്നെ പാർട്ടിക്ക് അതിന്റെ റോള് വ്യക്തമല്ലേ? പിന്നെ നിങ്ങൾ പറയുന്നു പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് പങ്കില്ല. എങ്ങനെയാണ് ഉന്നത നേതാക്കളെ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഉന്നത നേതാവാണ്, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഉന്നത നേതാവാണ്, ബ്രാഞ്ച് സെക്രട്ടറി ഉന്നത നേതാവാണ്. അവരിൽ നിന്ന് വന്നവരാണ് പിന്നെ മറ്റ് നേതാക്കളായിട്ട് വരുന്നത്. മുൻ MLA ഉന്നത നേതാവാണ്. 2-ാം പ്രതി, അതായത് സ്പോട്ടിൽ കൊലപാതകം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മർഡർ 302-ലും 120-ലും പ്രതിയായ ആളെ രക്ഷിക്കാൻ പോയ മുൻ MLA ഉന്നതനായ നേതാവാണ്. ആ നേതാവിന്റെ പ്രതി ചേർക്കുന്നത് CBI ആണ്, ക്രൈംബ്രാഞ്ച് അല്ല. CBI പ്രതി ചേർത്ത ആ നേതാവിനെ രക്ഷപ്പെടുത്താനാണോ നിങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോകുന്നത്? ആർക്കെങ്കിലും സംശയമുണ്ടോ 2-ാം പ്രതി രക്ഷപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടില്ല എന്ന്?
നമ്മൾ പൊളിറ്റിക്സിൽ നമുക്ക് ജനാധിപത്യപരമായിട്ട് നമുക്ക് ഐഡിയോളജിക്കലായിട്ടൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഇഷ്യൂ ബേസ്ഡിലെ ഡെവലപ്മെന്റ്സിന്റെ വിഷയത്തെക്കുറിച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാം. പക്ഷെ കൊലപാതക രാഷ്ട്രീയത്തെ നമുക്ക് വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല. അത് എൻ്റെ പാർട്ടിയിലായാലും ശരി, അത് അരുണിന്റെ പാർട്ടിയിലായാലും ശരി, മറ്റൊരു പാർട്ടിയിലായാലും ശരി, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതിനെ നമ്മൾ ഡിസോൺ ചെയ്യണം. കൊലപാതകവും മതസ്പർദ്ധ നടത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള മറ്റതൊക്കെ പേഴ്സണൽ ക്യാരക്ടറൊക്കെ അവിടെ നിൽക്കട്ടെ. അത്തരം നിരപരാധികളും പെട്ടിട്ടുണ്ട് എന്നാണ് LDF കൺവീനർ പറഞ്ഞിട്ടുള്ളത്. കേസിൽ നിരപരാധികളെയും പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. അതെ, അല്ല, അങ്ങനെ പറയുമ്പോൾ നിരപരാധികളെ പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നിരപരാധികൾക്കെതിരെയുള്ള ഫൈൻഡിങ് എന്താണ് എന്ന് ആ ജഡ്ജ്മെന്റ് ഒന്ന് വായിക്കണ്ടേ? വായിക്കുന്നതിന് മുമ്പ് അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിലൂടെ എന്താണ്? ഞാനിപ്പോ എന്റെ റിസർവേഷൻസ് ഞാൻ പറഞ്ഞ ചോദ്യം 10ാം പ്രതിയെ ശിക്ഷിക്കാമെങ്കിൽ 9ാം പ്രതി ഒന്നുകൂടി ശിക്ഷിച്ചാൽ എനിക്ക് ജഡ്ജ്മെന്റ് വായിക്കണം. വായിച്ചിട്ട് അത് റീസണബിൾ അല്ല എന്ന് തോന്നിയാൽ അപ്പീലിലേക്ക് പോകും. ഇവിടെ അതല്ല. ജില്ലാ സെക്രട്ടറി മുന്നിൽ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾ അപ്പീലുമായി പോകും, കാരണം CBI ആണ് കൊടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ ഒരു കേസ്? ഈ CBIയിലേക്ക് കൊടുത്തത് ഇവിടുത്തെ കേസിന്റെ വിക്ടിം കൊടുത്തതാണോ? പ്രതിപക്ഷമാണോ CBIക്ക് കൊടുത്തത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൺഫേം ചെയ്ത് കൊടുത്തതാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായില്ല ആ കൊടുത്ത ചാർജിനകത്ത്, അതുകൊണ്ട് ചെയ്തതല്ലേ. അങ്ങനെ ഒരു കേസിൽ തിരിച്ചു പറയാമോ? ഇപ്പൊ ചില ആളുകളെ കൺവിക്ട് ചെയ്തതിനു ശേഷം നാളെ അക്യൂറ്റ് ചെയ്തേക്കാം, അക്യൂറ്റ് ചെയ്ത ആളെ കൺവിക്ട് ചെയ്യുകയും ചെയ്തേക്കാം, ശിക്ഷിക്കുകയും ചെയ്തേക്കാം. പക്ഷെ അതൊന്നുമല്ല റീസൺസ്. നമ്മളിപ്പോ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു അരുംകൊലയ്ക്ക് പിന്തുണ നൽകുകയും ആ അരുംകൊല നടത്തിയവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ കൊടുക്കുന്ന ടാക്സ് മണി എടുത്തിട്ട് സുപ്രീം കോടതി വരെ കേസ് നടത്തുകയും വീണ്ടും അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്, നാളെ ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയിലും ഒക്കെ പോകാൻ പോകുന്നു എന്ന സ്റ്റാൻഡ് എടുത്താൽ എന്തപ്പോ ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ ഇവരുടെ മേലുള്ള അപ്പീൽ നടത്താൻ പോകുന്ന പാർട്ടിയായിരിക്കും പണം കൊടുക്കുന്നത്. പക്ഷേ CBI ഇൻവെസ്റ്റിഗേഷനെതിരെ കൊടുത്ത കേസിന്റെ പണം കൊടുത്തത് ആരാണ്? ശരി, ഈ നമ്മൾ കൊടുത്ത ടാക്സ് മണിയിലല്ലേ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം അതാണ്. പെരിയ ഇരട്ടക്കൊലയിൽ നഷ്ടം സംഭവിച്ച ആ മാതാപിതാക്കൾ കൊടുക്കുന്ന നികുതിപ്പണം കൂടിയാണ് ഇപ്പോൾ കേസ് നടത്തിപ്പിനായി CBI വരാതിരിക്കാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നതെന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ അതിനുകൂടി മറുപടി വേണ്ടതുണ്ട്. ഇനി മുടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ NP ചെക്കുട്ടി, അഡ്വക്കേറ്റ് അരുൺ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ. ഈ ഇരകളുടെ ബന്ധുക്കൾക്ക് കൂടി വിശ്വാസമുള്ള ഒരു അന്വേഷണം അതിനെ തടസ്സപ്പെടുത്തി സുപ്രീം കോടതി വരെ CBI അന്വേഷണത്തിനെതിരെ പോയതിനെ ന്യായീകരിച്ചുകൊണ്ട് അരുൺ പറഞ്ഞത് ഇവിടെ പോലീസിന്റെ വിശ്വാസ്യത അല്ലെങ്കിൽ പോലീസിന്റെ മാനം കാക്കുക എന്നാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മാനം കാക്കലല്ലോ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യം. നീതി ഉറപ്പാക്കാനാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ആഭ്യന്തര വകുപ്പായാലും ശരി, ജുഡീഷ്യറി ആയാലും ശരി, പോലീസ് ആയാലും ശ്രമിക്കേണ്ടത്. വടക്കേ മലബാറിലുള്ള കേസുകൾ ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കൂ. ഒരിക്കൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചല്ലാതെ ഒരിക്കൽ പോലീസും പ്രാദേശിക പോലീസ് പ്രവർത്തിച്ചിട്ടില്ല. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഇവിടെയുള്ള കേസുകൾ സംഭവിക്കാറുള്ളത്. എല്ലാ കേസുകളിലും വളരെ വ്യാപകമായിട്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടാറുണ്ട്. ആദ്യം വളരെ ഉത്സാഹം കാണിക്കും മാധ്യമങ്ങളും ജനങ്ങളൊക്കെ, ഒരു സംഗതി നടന്ന് ഒരു സംഭവം നടന്ന ആ ആദ്യകാലത്ത് വലിയ ഒരു ഞെട്ടൽ കാണിക്കും. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് കേസിൻ്റെ അടിത്തറ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ചന്ദ്രശേഖര മതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗൂഢാലോചനയിലേക്ക് ആ കേസ് പോയിട്ടില്ല. ഒരുപാട് പേരെ പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗൂഢാലോചന വിഷയത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു തരം മാഫിയ സംവിധാനമുണ്ട്. ഒരു പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടർ, അധോലക സംവിധാനം, പകരം പ്രതികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നൊരു സംവിധാനം. നിങ്ങളൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പോലീസ് ഒരു പണിയും ചെയ്യേണ്ടതാണ്. സാധാരണ കുഞ്ഞനന്ദനെ പോലുള്ള ആളുകൾ എക്സ്പേർട്സ് ആയിരുന്നു. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പോലീസ് അവിടെ ഇരുന്നാൽ മതി, പ്രതികളെ ഞങ്ങൾ ഹാജരാക്കി തരാം, തെളിവുകൾ ഞങ്ങൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ ഒരു വിഷയമാക്കേണ്ട, നിങ്ങൾക്ക് പ്രതികളെ വേണ്ടത്, പ്രതികളെ തരാം എന്ന മട്ടിലുള്ള ഒരു സംവിധാനം നിരവധി കാലങ്ങളായിട്ട് മലബാറിൽ നടക്കുന്നതാണ്. ആ തരത്തിലാണ് കേസുകളെ അട്ടിമറിച്ചുകൊണ്ടിരുന്നത്. ആ തരത്തിലാണ് നീതിന്യായ സംവിധാനത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയത്. ആ നീതിന്യായ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയത് എന്താണ്ടായത്? ജനങ്ങൾക്ക് കേരളത്തിലെ നീതിന്യായ സംവിധാനത്തെക്കുറിച്ച് ഒരു മതിപ്പില്ലാതായി. ജനങ്ങൾക്ക് ഒരിക്കലും ഇവിടെ നീതി കിട്ടുകയില്ല. അതുകൊണ്ടാണ് ആളുകൾ CBI കേസിൽ CBI അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അത് കോടതികൾക്കും ബോധ്യമായതുള്ളതാണ്. ഈ കേസിൽ
കേസിലെ പ്രത്യേകത സവിശേഷം. അതുകൊണ്ട് കോടതികൾ പറഞ്ഞു CBI വരട്ടെ എന്ന് പറഞ്ഞു. ആ CBI വരുന്നത് തടയാൻ അവർ നിരവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ CBI പ്രതികളാക്കിയ ആളുകളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മാതിരിയല്ല. CBI പ്രതികളാക്കിയ 3-4 പേരെ മാത്രമാണ് സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ അവർ വിട്ടയക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത അപ്പീൽ വരുന്ന സമയത്ത് ചന്ദ്രശേഖര വധത്തിൻ്റെ കേസിൽ അതാ സംഭവിച്ചത്. ഹൈക്കോടതിയിൽ വന്ന സമയത്ത് രണ്ടാമത് വിചാരണ വന്ന സമയത്ത് ചില ആളുകൾ കൂടി പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേസിൻ്റെ സാങ്കേതികമായിട്ട് നിലയിലല്ല, CBI നടത്തിയ അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ട് അവർ കൊണ്ടുവന്ന ആളുകൾ കൂടി പ്രതികളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അന്വേഷണത്തെക്കാൾ കൂടുതൽ ശക്തമായ ഫലപ്രദമായിട്ടുള്ള ഒരു അന്വേഷണമാണ് CBI നടത്തിയത്. അത് നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു, അത് ആ കുടുംബങ്ങളുടെ ആവശ്യമായിരുന്നു. അവർക്ക് പോലീസ് സംവിധാനത്തിൽ എപ്പോഴാണ് വിശ്വാസം ആ കുട്ടി പറഞ്ഞല്ലോ, ആ പെൺകുട്ടി സഹോദരി പറഞ്ഞല്ലോ, ആദ്യം നേരെ ചൊവ്വേ നടത്തിയ അന്വേഷണം പിന്നീട് അട്ടിമറിക്കാൻ തുടങ്ങി, ആളുകളെ മാറ്റാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടത്. എല്ലാ കേസിലും നിങ്ങൾ ഉത്തര മലബാറിലെ ഏത് കേസ് എടുത്ത് നോക്കിയോ എല്ലാ കേസിലും ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കേസുകളിലും പാർട്ടിക്ക് പങ്കില്ല എന്ന നേതാക്കൾ ആവർത്തിക്കുന്നു കൂടിയുണ്ട്. ശ്രീ NP ചെക്കുട്ടി, TP കേസിലും നമ്മൾ കേട്ടതാണ് പാർട്ടിക്ക് പങ്കില്ല, പാർട്ടി അങ്ങനെ ആലോചിച്ച് ചെയ്ത ഒരു കാര്യമല്ല എന്ന് പറയുന്നു. പക്ഷേ പ്രതികളെ ജയിലിൽ സന്ദർശിക്കുന്നു, അവരുടെ ജയിലിലെ ക്രിമിനൽ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നു, അവരെ വിട്ടയക്കാൻ ശ്രമിക്കുന്നു. ആ നടപടികൾ അടക്കം കണ്ടല്ലോ. ഏറ്റവും ഒടുവിൽ അവരെ പരോളിൽ വിട്ടയക്കാൻ ഉള്ള ശുപാർശയിൽ ഈ TP കേസ് പ്രതികൾ ഉണ്ട് എന്ന വിവരം പുറത്തു വന്ന ശേഷം അവിടുത്തെ ജയിൽ ജീവനക്കാർക്കെതിരെയാണ് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്ത. അതെ, ഈ പോലീസ് ഞങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയും. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഒരു ഇനാനിമേറ്റ് പാർട്ടിയിലെ ആളുകൾക്ക് തന്നെ പങ്കുണ്ടാവുള്ളൂ. പാർട്ടി എന്ന് പറയുന്ന സംവിധാനമല്ല, പാർട്ടിയുമായി ബന്ധപ്പെട്ട നേതൃത്വ തലത്തിൽ താഴെ തലത്തിലുള്ള ആളുകൾ തന്നെയാണ്. അല്ലാണ്ട് പാർട്ടി എന്ന് പറയുന്ന ഏർപ്പാടിന് ആളുകൾ കൊല്ലാൻ പറ്റുമോ? പാർട്ടി എന്ന പേരിൽ ചില പാർട്ടിയെ പിടിച്ചെടുത്തിരിക്കുന്നത്, പാർട്ടിയെ നിയന്ത്രിക്കുന്ന ക്രിമിനലുകളാണ്. അതാണ് പ്രശ്നം. ഒരു കേരളത്തിൽ പ്രധാനപ്പെട്ട ജനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയെ, കേരളത്തിലെ ജനങ്ങളുടെ സർക്കാരിനെ ഭരിക്കുന്ന ഒരു പാർട്ടിയെ ഈ തരത്തിൽ ക്രിമിനലുകൾ പൂർണ്ണമായി നിയന്ത്രണം ഏറ്റെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. അതിന് പരിഹാരമല്ല അവർ കാണുന്നുണ്ട്. അതിന് പകരം ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം പറയുന്ന അർത്ഥം എല്ലാ കേസിലും പാർട്ടി എന്ന പേരിൽ ഈ ഗുണ്ടകൾ കേസുകൾ നടത്തുകയും ഈ ഗുണ്ടകൾ പ്രതികളെ രക്ഷിക്കുകയും ഈ ഗുണ്ടകൾ അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ ഗുണ്ടകൾ അവർക്ക് മുടക്കോഴി മലമുകളിൽ ഒരു രാജകൊട്ടാരങ്ങൾ പണിത് കൊടുക്കുകയും ഇതൊക്കെ നാട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് വിശ്വസിക്കില്ല. ജനങ്ങൾ ഇതിനെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയും. ശരി, ഡിക്സൺ കുമാർ, എന്തുകൊണ്ടാണ് പാർട്ടി പ്രതിസ്ഥാനത്ത് വരുന്ന അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസിൽ നിങ്ങൾ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നവീൻ ബാബുവിന്റെ കേസിലും CBI അന്വേഷണത്തെ നിങ്ങൾ എതിർക്കുകയാണ്. ഇതിപ്പോൾ ഇരകൾ കൂടി വിശ്വാസമുള്ളൊരു അന്വേഷണം എന്ന നിലയ്ക്ക് അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അതിനെതിരെ സുപ്രീം കോടതിയിൽ കോടികൾ ചെലവഴിച്ച് നിങ്ങൾ പോകുന്നത് അതിന് പിന്നിൽ എന്താണ്? ഇവിടെ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമാണ് CBI ഇൻവെസ്റ്റിഗേഷൻ പ്രപ്പോസ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നിരവധി വിധിന്യായം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിലെ വിക്ടിമോ അല്ലെങ്കിൽ വിക്ടിമിന്റെ ബന്ധുവോ പറഞ്ഞാൽ അപ്പോൾ CBI ഇൻവെസ്റ്റിഗേഷന് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഏതെങ്കിലും ലോക്കപ്പ് മരണങ്ങൾ നടന്നാൽ CBI ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു പൊതു പോളിസി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് കേസുകളിലും ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടേ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ ഈ കേസിൽ ആദ്യം പങ്കെടുത്ത ആ മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞങ്ങൾ എന്താണോ പറയുന്നത് അതോടൊപ്പം ഗവൺമെന്റ് നിൽക്കണം. അങ്ങനെ ഗവൺമെന്റ് നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആണ് CBI എൻക്വയറി വേണമെന്ന് പറയുന്നത്. ഒരു കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്താൽ അന്തിമ റിപ്പോർട്ടായി വിചാരണ തുടങ്ങാൻ പോവുകയാണ്. അതിനുശേഷം CBI എൻക്വയറി ആവശ്യപ്പെടുന്നു, കോടതിയിൽ വരുന്നു, കോടതി റിപ്പോർട്ട് റദ്ദാക്കുന്നു, ചാർജ് റദ്ദാക്കുന്നു. അതൊരു അസാധാരണമായി സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറയുകയാണല്ലോ. അത് ഞാൻ വളരെ അങ്ങയ്ക്ക് വ്യക്തമാകുന്ന തരത്തിലും ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ നിയമങ്ങളുടെ ABCD അറിയുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റപത്രം ഇല്ല. ഒരു സിംഗിൾ ജഡ്ജ് വികാരം കയറിയിട്ട് കുറ്റപത്രം അങ്ങ് റദ്ദാക്കുന്നു, എന്നിട്ട് CBI വന്നോളാൻ പറയുന്നു. ആ CBIക്ക് ഇവിടെ പറഞ്ഞല്ലോ കുറച്ച് കാലതാമസം കഴിഞ്ഞ് വന്ന് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ നിയമത്തിന്റെ, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അന്തസത്ത ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ്. എന്തിയെ ഡിവിഷൻ ബെഞ്ച് അത് റദ്ദാക്കിയത്? റിവൈവ് ചെയ്തല്ലോ, കുറ്റപത്രം തിരിച്ചെടുത്തല്ലോ. ഈ കുറ്റപത്രം തന്നെയായിട്ട് മുന്നോട്ട് പോട്ടെ, മറ്റ് ഏജൻസി വന്ന് അന്വേഷിച്ചാൽ അത് സപ്ലിമെന്ററി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞല്ലോ. അത്തരത്തിൽ നിയമപരമായിട്ടുള്ള പെശക് സിംഗിൾ ബെഞ്ച് നടത്തിയാലും ഡിവിഷൻ ബെഞ്ച് നടത്തിയാലും അത് ചൂണ്ടിക്കാണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നിർവഹിച്ചത്. അത് പോട്ടെ. പിന്നെ ഇവിടെ ലീഗിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞു, അയ്യോ അങ്ങ് വിധി വന്നപ്പോഴേക്ക് അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു.
സെഷൻസ് കോടതിയല്ലേ ഷിബിൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ലീഗുകാരെ വെറുതെ വിട്ടല്ലോ, 16 പേരെ. അതിൽ 7 പേരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ മാസം കുറ്റക്കാരെന്ന് കണ്ട് ജീവപര്യന്തം ശിക്ഷിച്ചു. നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. എന്തിയെ ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങൾ അപ്പീൽ പോകുന്നില്ല, കോടതി വിധി അങ്ങ് അംഗീകരിച്ചു എന്ന് പറയാത്ത സാഹചര്യം എന്താ? ഇവിടെ പ്രതികൾക്ക് ശിക്ഷിക്കുമ്പോൾ മുഗൾ കോടതിയിൽ പോകുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ശ്രീ ചേക്കുട്ടി മാഷ് പറയുകയാണ് ഇവിടെ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് ചിലരെ അങ്ങ് വിട്ടു. CBI പിടിച്ച ചില വ്യക്തികൾക്ക് കൃത്യമായി 10 പേരെ CBI ചേർത്തു. അതിൽ 6 പേരെയും വെറുതെ വിട്ടു. അതിൽ ബാക്കി 4 പേരിൽ 3 പേരെ വളരെ ചെറിയ കുറ്റത്തിനാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത്. ഒരാളെ മാത്രമാണ് 302 ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു സംശയത്തിന്റെ ആനുകൂല്യമല്ല, സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തെളിവില്ലാത്തതുകൊണ്ട് ഫോർ വാണ്ട് ഓഫ് സാറ്റിസ്ഫാക്ടറി എവിഡൻസ് എന്ന് തന്നെയാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത് പാർട്ടി ഗൂഢാലോചന നടന്നു. ഞാൻ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്ത് എന്താ അറിയോ? ഈ കേസിലെ 160ാമത് ഡോക്യുമെന്റ് ആണ്, പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ് ആണ്. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന ദിവസം 1-ാം പ്രതി പാർട്ടി ഏരിയ സെക്രട്ടറിയായ അഭിഭാഷകന് കൊടുക്കാൻ വീട്ടിൽ എഴുതി വെച്ച കത്താണ്. അന്നേ ദിവസം രാത്രി പോലീസ് ആ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത കത്താണ്. ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ CPM സ്വാധീനമില്ല, BJP ആക്രമിക്കുന്നു, കോൺഗ്രസ് ആക്രമിക്കുന്നു, ലീഗ് ആക്രമിക്കുന്നു, പോലീസ് ആക്രമിക്കുന്നു, ഒരു കേസിലും CPM പ്രതികൾക്ക് ന്യായം കിട്ടുന്നില്ല, പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു. അത്തരം ഒരു സാഹചര്യമുള്ള സ്ഥലത്ത് CPM ഗൂഢാലോചന നടത്തി അങ്ങനെ ചെയ്തു എന്ന് പറയാൻ CPM ഏരിയ സെക്രട്ടറിക്ക് തങ്ങളുടെ വിഷമം പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം അവിടെ നടന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വസ്തുതാപരമായി CBI കോടതി നോക്കിയിട്ടല്ലേ വിധി പറഞ്ഞത്. അതിൽ പരാതിയുള്ള പ്രതികൾ, ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അപ്പീൽ പോകുക, അത് സ്വാഭാവികം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് ഒരു തരത്തിലും ഇതുമായിട്ട് ബന്ധമില്ല. ഒരു തരത്തിലും നേതാക്കന്മാർ ഗൂഢാലോചന പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവർത്തകരും നേതാക്കളുമായി അതും നിഷേധിക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ ഗൂഢാലോചന നടത്തിയെന്നോ CPM നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ സംഭവം നടന്നത് എന്നത് ശരിയല്ല എന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞത്. ഇവിടെ 2019 ജനുവരി മാസം ഒരു കൊലപാതക ശ്രമമാണ്. മരണപ്പെട്ടയാൾ 1-ാം പ്രതിയാണ്. ഞാൻ പറയട്ടെ, ഇതിൽ കൊല്ലപ്പെട്ടയാൾ 1-ാം പ്രതിയാണ് ഒരു 307 കേസിൽ. കൊല്ലപ്പെട്ട 2-ാമത്തെയാൾ ഒരു 307 കൊലപാതക ശ്രമ കേസിലെ 7-ാം പ്രതിയാണ്. ഇവിടെ അതിൽ ആക്രമണം അനുഭവിച്ചവർ, ആക്രമണം നേരിട്ടവർ, ഞാൻ പറയാം കൊല്ലാമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ CPM-ന്റെ നേതൃത്വം പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി വെച്ച വാചകം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എല്ലാം പറയുന്ന വാചകങ്ങൾക്ക് ഓരോന്നും അങ്ങ് നേതൃത്വം ഗൂഢാലോചന നടത്തി. ഒരു ഗൂഢാലോചനയും കണ്ടെത്തിയില്ല മിസ്റ്റർ. CPM-ന്റെ മുൻ MLA-ക്കെതിരെ എന്താ 2-ാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് പറയുന്ന ഒരു പോലീസുകാരൻ മനോജ് കുമാർ ഈ പറയുന്ന സമയത്ത് ഞാൻ പറയണൊക്കെ ഇത് താല്പര്യമാണ് 2-ാം പ്രതിയെ സംരക്ഷിക്കാനുള്ളത്. ഒരു മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് മതി. ഞാൻ പറയട്ടെ, ഇതിലൊരു മനോജ് കുമാർ എന്ന് പറഞ്ഞ പോലീസുകാരനാണ് പറയുന്നത്. എന്റെ കൂടെ ഇരുന്ന പോലീസ് ജീപ്പിൽ ഇരുന്ന പ്രതിയെ പിടിച്ചുകൊണ്ടാൻ പോയി. ഈ പറയുന്ന ദിവസം പറയുന്ന സമയം മനോജ് കുമാർ അതേ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് മറ്റൊരു FIR ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ രേഖയടക്കം ഇവിടെ ഡോക്യുമെന്ററി എവിഡൻസ് ഹാജരാക്കി. CBI ഈ കേസിൽ സിബി തോമസ് എന്ന് പറയുന്ന CIയെ കുറിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു. അന്വേഷണം നടത്തി. അങ്ങനെ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമേ അവിടെ GD എൻട്രിയിൽ ഇല്ല, അതിന് FIR ഇല്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇപ്പൊ DYSP ആയി ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി പ്രവർത്തിച്ച സിബി തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വസ്തുതകൾ ഉള്ളപ്പോൾ അപ്പീൽ പോകുമെന്നൊരു ലീഡർഷിപ്പ് പറഞ്ഞാൽ അത് വലിയ അപരാധം. ലീഗുകാരെ ശിക്ഷിച്ചാൽ അപ്പൊ തന്നെ അപ്പീൽ പോകുമെന്ന് പറയുന്നതിൽ കുറ്റമില്ല. CPM-കാർക്ക് അപ്പീൽ പാടില്ല, അങ്ങ് അനുഭവിച്ചോളണം. ഇതൊക്കെ വിധി വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഒരാളെയും നിയമവിരുദ്ധമായി സംരക്ഷിക്കുന്ന നിലപാട് CPM എടുക്കില്ല. അത് ആദ്യ ഘട്ടം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാരിന്റെ പോളിസിയൊക്കെ കൃത്യമായി പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോകും. ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷണം നടത്തി കൊടുത്ത കുറ്റപത്രം തന്നെയാണ് ഇപ്പൊ CBI കോടതി അതിലെ വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. ഇപ്പൊ ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി പറയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വെച്ചിട്ടല്ല CBI മുന്നോട്ട് പോയിട്ടുള്ളത്. അതെങ്ങനെയാണ് താങ്കൾ അങ്ങനെ പറയുക? ക്രൈംബ്രാഞ്ച് ആണ് വിജയിച്ചിരിക്കുന്നത് അല്ലേ? സപ്ലിമെന്ററി ചാർജ് ആണ്. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. മനസ്സിലാകാത്തോണ്ടാണ് എല്ലാ ബഹുമാനത്തോടെയും പറയുകയാണ്. ഇവിടെ ക്രൈംബ്രാഞ്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ അട്ടിമറിച്ചു എന്ന രൂപത്തിൽ പറയുന്ന പ്രചരണം തെറ്റാണ്. ഇവിടെ കണ്ടെത്തിയ ആയുധങ്ങളിൽ
കൃത്യമായി ഇതിൽ രക്തക്കറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറൻസിക് റിപ്പോർട്ട് എല്ലാം നിങ്ങൾ ഈ സുപ്രീം കോടതിയിൽ പോയല്ലോ. ജഡ്ജ്മെന്റിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ. ഇതെല്ലാം സരൺകുമാർ, ലീഗിന്റെ അഡ്വക്കേറ്റ് കെ. പ്രതിനിധി സരൺകുമാർ, നിങ്ങൾ സുപ്രീം വസ്തുതാവിരുദ്ധമായി കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പോയല്ലോ. ഇരകൾക്കെതിരെ, ഇരകളുടെ ആവശ്യത്തിനെതിരെ ഇല്ല, സർക്കാർ ഇല്ല, സുപ്രീം കോടതിയിൽ അരുണേ. പോയല്ലോ. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? violent സുപ്രീം ആണ്. കോടതി എന്തിനാണ് CBIക്ക് വിട്ടത്? അതൊന്ന് പറയൂ. സുപ്രീം കോടതി അല്ല CBIക്ക് വിട്ടത്. CBIക്ക് വിട്ടത് സിംഗിൾ ജഡ്ജാണ്. സിംഗിൾ ജഡ്ജ് CBIക്ക് വിടുമ്പോൾ കുറ്റപത്രം റദ്ദു ചെയ്തു. അത് തെറ്റായ നടപടിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് അത് തെറ്റാണെന്ന് കണ്ടെത്തി കുറ്റപത്രം റിവൈവ് ചെയ്തു. പക്ഷെ അങ്ങനെ റിവൈവ് ചെയ്യുമ്പോഴും പോലീസിനെതിരെ പറഞ്ഞ ചില പരാമർശങ്ങൾ, സിംഗിൾ ജഡ്ജ് പറഞ്ഞ പരാമർശങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടില്ല. ആ പരാമർശം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതിയിൽ ഒരു വാദം കേട്ടില്ല, കേസ് അഡ്മിഷൻ കിട്ടിയില്ല. അതാണ് സാഹചര്യം. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ ഇരകൾക്കൊപ്പം തന്നെയാണ് കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ച് ഈ പ്രതികൾക്ക് ഇതുവരെ ജാമ്യം കിട്ടാത്ത സാഹചര്യം. ക്രൈംബ്രാഞ്ച് വിജയിച്ച കേസിൽ സുപ്രീം കോടതിയിൽ അടക്കം പോയി 1 കോടി 10 ലക്ഷം ചെലവഴിച്ചത് വെറുതെയാണ് അല്ലേ? കൊടുത്ത ചാർജ് ഷീറ്റ്, ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് ഷീറ്റ്, ഒറ്റ ചോദ്യം, ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് ഷീറ്റിനെ ബേസ് ചെയ്തായിരുന്നു ട്രയൽ നടത്തിയിരുന്നെങ്കിൽ. അതെ, ക്രൈംബ്രാഞ്ച് കൊടുത്ത ചാർജ് ഷീറ്റ് വെച്ച് പ്രോസിക്യൂഷൻ ട്രയൽ നടത്തിയിരുന്നെങ്കിൽ അവസ്ഥ എന്താവുമായിരുന്നറിയോ? CBI ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം ആദ്യം ചെയ്ത് എന്താണെന്നറിയാമോ? അവര് എറണാകുളം CJM കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. കൊല നടന്നതിന്റെ പിറ്റേന്ന് എടുത്ത വെപ്പൺസിനെ സംബന്ധിച്ച് ആ വെപ്പൺസ് എക്സാമിൻ ചെയ്യാൻ, ഫോറൻസിക് എക്സാമിനേഷൻ നടത്താൻ ഫോറൻസിക് സർജനെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വാങ്ങി ആ എക്സാമിനേഷൻ നടത്തി പ്രോപ്പർ റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നു എങ്കിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികള്, ഈ ക്രൈമിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയ പ്രതികൾ വരെ അക്യൂട്ടിൽ പോയനെ. ആ ഒരു കേസ് വെച്ചിട്ട് നിങ്ങൾ ക്രൈംബ്രാഞ്ചിനെ അഡ്വക്കേറ്റ് കെ. സരൺകുമാർ, ഈ കേസിൽ ഇനി നിങ്ങളുടെ അടുത്ത നടപടി എന്താണ്? ഈ കേസിൽ അടുത്ത നടപടി സ്വീകരിക്കേണ്ട ഞങ്ങളല്ല. 3-ാം തീയതി വിധി പറയും ജഡ്ജി. ആ വിധിന്യായം വായിച്ചതിന് ശേഷം, അത് മനസ്സിലാക്കിയതിനു ശേഷം യുക്തപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതായത് ഇരകളുടെ കുടുംബത്തിനെതിരെ ഇനിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. പാർട്ടി ആഗ്രഹിക്കും, പാർട്ടി തീരുമാനിക്കും, അതിനനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകും. അതല്ലേ സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം. CPM-നെ ആക്രമിക്കാനും തകർക്കാനും സ്ഥിരം ഉപയോഗിക്കുന്ന പല്ലവി. പക്ഷെ ഈ ആക്രമണങ്ങളൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ കുമ്മള പൊട്ടിപ്പോകുന്ന പോലെ പൊട്ടിപ്പോവല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ CBI കോടതി വിധി എന്നുള്ളത് പാർട്ടിയുടെ വിജയം, സർക്കാരിന്റെ വിജയം അല്ലേ? അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാത്ത പല കാര്യങ്ങളും നിങ്ങളെടുത്ത് വിശദീകരിക്കുകയാണ്. നിരപരാധികൾ അതിലുണ്ടോ? അവർക്ക് നീതി കിട്ടാനുള്ള പരിപാടി ചെയ്യും. അത് നീതി കിട്ടാനുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തും. ഇതിൽ ഒരു തരത്തിലും കൊലപാതകികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ, രക്ഷിക്കാൻ ശ്രമിച്ചോ എന്ന ചോദ്യത്തിനാണ് കൃത്യമായ മറുപടി വേണ്ടത്. കൊലപാതകികളെ രക്ഷിക്കാൻ ശ്രമിച്ചല്ലോ, സുപ്രീം കോടതി വരെ ശ്രമിച്ചല്ലോ. മുഹമ്മദ് ഷായോടൊന്ന് ചോദിക്ക്. ആ ഷിബിൻ കേസിലെ 7 പേർക്ക് വേണ്ടി അപ്പീൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്ക്. കോൺഗ്രസിന്റെ കേസും BJP-യുടെ കേസും ഒക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ പാർട്ടി CPM ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇതൊക്കെ തന്നെ നിങ്ങൾ CBI എന്തിനാണ് എതിർക്കുന്നത്? നിങ്ങൾ PP ദിവ്യ പ്രതിസ്ഥാനത്ത് വന്ന കേസിലും CBI അന്വേഷണത്തെ എതിർക്കുകയാണല്ലോ. അവിടെ ഇരകൾ, പാർട്ടിയുണ്ട്, കൂടെ ഉണ്ട്, സർക്കാരുണ്ട്, കൂടെയുണ്ട് എന്ന് നിങ്ങൾ പറയും. എന്നിട്ട് അപ്പുറത്ത് പ്രതികളെ സഹായിക്കും. ഇതാണ് സ്ഥിരമായി കണ്ടുവരുന്നത്. പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയും. അവിടെ എന്നിട്ട് പാർട്ടി വക്കീൽ പോകും പ്രതിക്ക് വേണ്ടി സംസാരിക്കാൻ, പ്രതിക്ക് വേണ്ടി വാദിക്കാൻ. അല്ല, CBI എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരു മാനദണ്ഡമുണ്ട്. സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഇത് കേരളത്തിന്റെ നിയമസഭ പോലും ഇന്ന കേസുകളിൽ നിന്നുള്ള മാനദണ്ഡം ചർച്ച ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മൗനം പാലിക്കുന്നുണ്ട്. ഏത് കേസും ഒരു വിക്ടിമിന്റെ കുടുംബം ആവശ്യപ്പെട്ട CBI എൻക്വയറി നടത്താൻ പറ്റുമോ? പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇരകൾക്ക് ഇവിടുത്തെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ രാജ്യത്തുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾ മതി എന്ന് അവർക്ക് തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അവരെന്ത് ചെയ്യും? നീതിക്ക് വേണ്ടി എന്ത് ചെയ്യും? അതുകൂടി പറയൂ.
നിങ്ങൾ കൊണ്ടുവരുന്ന അന്വേഷണ റിപ്പോർട്ട് അതേപടി വിഴുങ്ങണമെന്നാണോ പറയുന്നത്? അതാണോ ഇവിടുത്തെ നാട്ടുകാർക്ക് നൽകാനുള്ള സർക്കാരിന്റെ വാഗ്ദാനം? കണ്ടെത്തിയ 14 പ്രതികളിൽ ഏതെങ്കിലും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം CBIയുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ലല്ലോ. ക്രൈംബ്രാഞ്ച് എവിടെയാണോ അന്വേഷണം കൊണ്ടുപോയി നിർത്തിയത്, എവിടെയാണോ കുറ്റപത്രം സമർപ്പിച്ചത്, അതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു ഭാഗം, ഒരു പേജ് തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനായിട്ട് CBI കണ്ടെത്തിയിട്ടില്ല. ഇത് കൂടാതെ പ്രതിയെ ജീപ്പിൽ നിന്ന് ഇറക്കിപ്പോയി കൊണ്ടുപോയ ഒരു കുറ്റം കൂടി ഉണ്ട്, അതിനൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഒരു അഡീഷണൽ സപ്ലിമെന്ററി ചാർജ് കൊടുത്തു. അത് ട്രയൽ കോടതി നോക്കി 2-3 പ്രതികളെ അതിൽ കുറ്റക്കാരെന്ന് കണ്ടു. CBI കോടതി CBIയുടെ ഇൻവെസ്റ്റിഗേഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കട്ടെ. അല്ലാതെ 24-ൽ 10 പേരെ നിരുപാധികം ഇറങ്ങിപ്പോയില്ലേ? നമുക്കറിയാം, വിധി വരട്ടെ, നമുക്ക് പരിശോധിക്കാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് വന്ന മുഴുവൻ കേസുകളുടെയും ചരിത്രം എങ്ങനെയാണ് അരുൺ? അരിൽ ഷുക്കൂർ വധത്തിലായാലും TP കേസിലായാലും ഇപ്പോൾ TP ദിവ്യ കേസിലായാലും ഇപ്പോൾ ഈ കേസിലായാലും എല്ലാ ഘട്ടത്തിലും നിങ്ങൾ എടുക്കുന്ന നിലപാടിന് സമാന സ്വഭാവമുണ്ടെന്നേ. ഒറ്റ മിനിറ്റ്. ഈ PP ദിവ്യ കേസ് എന്നൊക്കെ പറഞ്ഞല്ലോ, ആ കേസിൽ ഹൈക്കോടതി എന്താ പറഞ്ഞത്? CBI എൻക്വയറി വേണമെന്നാണോ പറഞ്ഞത്? ഒരു വിക്ടിമിന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ കൊടുക്കാനിരിക്കുന്നതാണോ ഹൈക്കോടതി? CBI തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. CBI തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. ഇവിടുത്തെ അന്വേഷണത്തിലെ കുഴപ്പം എന്താണ് എന്ന് ആരായുന്നു. അപ്പോൾ ആ കുഴപ്പം എന്താണെന്ന കുടുംബം അങ്ങോട്ട് പറയുന്നു. ഔട്ട്പുട്ട് എന്താണ്? CBI അന്വേഷണം വേണ്ട തീരുമാനിച്ചോ? അങ്ങനെ എത്തിയോ? അല്ല, ഹൈക്കോടതി വിധി പറഞ്ഞല്ലോ. അല്ല, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്, നിയമം ഇന്റർപ്രറ്റ് ചെയ്യും. സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങളുണ്ട്, പ്രീസിഡൻസ് ഉണ്ട്, അതനുസരിച്ച് പോകാൻ പറ്റൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇന്നത് വേണമെന്ന് വ്യക്തിവിന് തീരുമാനിക്കാൻ അധികാരമില്ല, പ്രതിക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. അതിന് നിയമപരമായിട്ടുള്ള വസ്തുതകളുടെ വ്യവസ്ഥകളുണ്ട് ഈ നാട്ടിൽ. ഞാൻ പറഞ്ഞോട്ടെ, ഈ കേസിൽ അരുൺ പറഞ്ഞ കാര്യത്തിന് ചൂട് പിടിച്ച് ഞാനൊന്ന് പറയുകയാണ്. ഈ കേസിന്റെ പ്രത്യേകത, ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ച് ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ടാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇത് CBI കൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഡിവിഷൻ ബെഞ്ചും എന്നിട്ട് ഡിവിഷൻ ബെഞ്ച് അത് തിരിച്ചെടുത്തു, ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചു. പറഞ്ഞോട്ടെ ആ കുറ്റപത്രം തിരിച്ചെടുത്തിട്ട് CBI ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്നാ പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ. 173(8) എന്ന CRPC പ്രൊവിഷൻ ഉണ്ട്. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള പ്രൊവിഷൻ ഉണ്ടതുകൊണ്ട് അത് ഇൻവോക്ക് ചെയ്യാനാ പറഞ്ഞത്. അത് ടെക്നിക്കലാണ്. അത് ഇൻവോക്ക് ചെയ്തപ്പോൾ അത് ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞതിന്റെ ഈ കുറ്റപത്രം കോൺക്രീറ്റ് കുറ്റപത്രമാണെങ്കിൽ അങ്ങനെ പറയുമായിരുന്നോ? ആ കുറ്റപത്രത്തിലൂടെ ഒരു കൺവിക്ഷൻ ഉണ്ടാവില്ല, അക്വിറ്റലിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ സത്യം. ആ കുറ്റപത്രം വെച്ച് ട്രയൽ നടത്തിയിരുന്നെങ്കിൽ ആ 14 പേരും അക്വിറ്റലിൽ എത്തുമായിരുന്നു. അതുകൊണ്ടാണ് CBI ഇൻവെസ്റ്റിഗേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. കുറ്റപത്രം വെച്ച് തന്നെയാണ് ട്രയൽ, അതിന്റെ കൂടെ സപ്ലിമെന്ററി കുറ്റപത്രം കൂടി ഉണ്ട്. അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇതിന്റെ അടിസ്ഥാനം, ഇതിന്റെ ബേസിസ് അതാണ്. ശരി ശ്രീ NP ചെക്കുട്ടി, ആത്യന്തികമായി കേസിൽ സർക്കാർ ഇരകളുടെ കുടുംബത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഒന്നാമത്തെ കാര്യം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ കേരളീയ സമൂഹത്തിൽ വലിയ സംശയം ഉണ്ടാക്കുന്നു. കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല, നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയില്ലാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് കേസ് വരുമ്പോഴും ഉടനടി CBI വേണം എന്ന ആവശ്യം ഉയർന്നു വരുന്നതിന് കാര്യം കേരളത്തിലെ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു കടുത്ത സംശയമാണ്. അത് DGP ലെവൽ താഴോട്ടുള്ള എല്ലാ കേസുകളിലും പലതരത്തിലുള്ള ബന്ധങ്ങളിൽ, പലതരത്തിലുള്ള പരസ്പര ബന്ധങ്ങളിൽ, നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിഹിത ബന്ധം, ഇങ്ങനെ അത് പരന്ന് കുറ്റാന്വേഷണത്തിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരള പോലീസ്. നീതി ആയിക്കോട്ടെ, അത് നല്ലതാണ്. അന്വേഷണത്തിലൊക്കെ നല്ലത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ ജനങ്ങൾക്ക് നീതി യുവമോർച്ച നേതാവിനെ അറസ്റ്റ് ചെയ്തു. ശരി, ഉടനെ UPയുമായുള്ള താരതമ്യത്തിലേക്ക് പോകും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ NP ചെക്കുട്ടി, അതോടൊപ്പം തുടക്കത്തിൽ പങ്കെടുത്ത ശരത് ലാലിന്റെ സഹോദരി അമൃത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.